താമസം. എപ്പോ വന്നു? ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ അവിടെ നിന്ന് ഇത്ര ചിന്തിക്കാൻ? ഉഷ ഓഫീസിൽ പോയിട്ട്? ഓഫീസ് ജോലികളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവധിയെടുത്ത് പോന്നു. എങ്ങോട്ട്? എങ്ങോട്ട് വിളിച്ചാലും ഞാൻ കൂടെ വരാം. ഞാൻ അങ്ങനെ വിളിച്ചുകൂടാ, തെറ്റാണ്. ആലോചിച്ചതിന് ശേഷം തീരുമാനിച്ചതാണോ തെറ്റാണെന്ന്? അതെ. എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല, ഞാൻ മറ്റൊരു പെൺകുട്ടിയെയും ഇത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ബഹുമാനിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ എന്നെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ പോരല്ലോ. പോരാ. എത്രയോ വലിയ നിലയിൽ എത്താനുള്ളതാണ് ഉഷ. ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കൊച്ചു കുഞ്ഞല്ലല്ലോ ഞാൻ. ഉഷ അച്ഛനെ പറ്റി പോലും ചിന്തിച്ചില്ല. അങ്ങ് എല്ലാവഴിക്കും ചിന്തിച്ചു. ചിന്തിച്ചു. എന്റെ മനസാക്ഷി വല്ലാതെ വേദനിക്കും. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യം. ഞാൻ കാരണം അങ്ങ് ഒരിക്കലും വേദനിച്ചൂടാ. മാസ്റ്റർ എന്നോട് ചോദിച്ചു, അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൂടെയെന്ന്. ശരിയാണ്. ഇപ്പോൾ എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. എന്നാൽ ഇനി എന്നോട് ചോദിക്കരുത്. അതിനൊരിക്കലും എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഉഷ വിവാഹിതയായി കാണുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ മറ്റൊരു പുരുഷനെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കില്ല. ദാമു ചെറുപ്പമാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് മറ്റേതൊരു ചെറുപ്പക്കാരനേക്കാളും കൂടുതൽ സൗഭാഗ്യങ്ങൾ നേടിയിട്ടുള്ളത്. ദാമുവിന് ആവശ്യം കഴിവും സാമർഥ്യവുമുള്ളൊരു പെൺകുട്ടിയാണ്. എല്ലാ തരത്തിലും ദാമുവിനെ സഹായിക്കാൻ കഴിവുള്ളവൾ. മിനിക്കുട്ടിക്ക് അതിനുള്ള കഴിവോ യോഗ്യതയോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് വേണ്ടത് മിനിക്കുട്ടിയാണ് സർ. ആ തോന്നൽ ഈ വീട്ടിനോട് ഒരുപക്ഷെ പ്രത്യേകിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ടാവാം, പ്രായത്തിന്റെ അതിഭാവുകതയുമാവാം. ഇല്ല മാസ്റ്റർ, ഞാൻ വളരെ ആലോചിച്ചുറപ്പിച്ച തീരുമാനമാണ്. മാസ്റ്ററിന്റെ അനുവാദവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഞാൻ എല്ലാം നേടിക്കഴിയും. ദാമു, എന്റെ അനുജത്തി ഈ കുടുംബത്തിന്റെ കിടാവിളക്കാണ്. അവൾ ഞങ്ങളുടെ ആനന്ദമാണ്. പക്ഷേ അവളൊരു ദുഃഖവുമാണ്. ആരുമാരുമില്ലാത്ത ദാമുവിന്റെ ചുമലിൽ നാവ് പൊങ്ങാത്ത എന്റെ അനിയത്തിയെ കെട്ടിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആരുമാരുമില്ലെന്ന് ആര് പറഞ്ഞു? മാസ്റ്ററും അമ്മയും മിനിക്കുട്ടിയും. ഞങ്ങളുടെ സ്നേഹം എന്നും ഉണ്ടാകും. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ദാമുവിന് മിനിക്കുട്ടിയുടെ കഴിവുകേടുകൾ അസഹ്യമായി തോന്നും. അന്ന് വിഷമം തോന്നിയാൽ എന്റെ അനിയത്തി ദുഃഖിക്കും. അത് താങ്ങാനാവില്ല. അങ്ങനെ ഉണ്ടാവില്ല സാർ. ദാമുവിന് എന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഇങ്ങനെ മുതലാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നാട്ടുകാർക്കെന്നല്ല, ഒരു ദിവസം ദാമുവിന് പോലും ഇതൊരു മുതലെടുപ്പായി തോന്നിയെന്ന് വരും. ഇല്ല സാർ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് വിശ്വാസമില്ല, പരീക്ഷിക്കാൻ ധൈര്യവുമില്ല. എനിക്ക് ആകെ ഒരു അനുജത്തിയേ ഉള്ളൂ. അവളുടെ കുറവുകൾ ഞാൻ മനസ്സിലാക്കുന്നു. അവളുടെ ജീവിതം ഒരു പരീക്ഷണമാക്കി മാറ്റാൻ ഞാൻ ഒരുക്കമല്ല. മിനിക്കുട്ടിയെ കൂടാതെ ജീവിക്കാൻ ദാമുവിന് കഴിയണം. കഴിയില്ല സാർ. ദാമുവിന്റെയും അവളുടെയും നന്മയെ ഓർത്ത് സാധ്യമല്ല സാർ. സാധ്യമായേ പറ്റൂ. ഈ വിവാഹം നടക്കില്ല, നടന്നുകൂടാ. എന്റെ മനസാക്ഷി അതിനെ അനുവദിക്കില്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്കും മാസ്റ്റർ. ദാമു എന്നെ പരീക്ഷിക്കരുത്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഈ വിവാഹം നടക്കില്ല. കഴിഞ്ഞതൊക്കെ മറന്നേക്കൂ. വേദനിപ്പിച്ചെങ്കിൽ താൽക്കാലികമാണെങ്കിൽ കൂടി ഞാൻ ദുഃഖിക്കും. നല്ലതിനാണെന്ന് ഓർത്ത് സമാധാനിക്കൂ. ദാമു പൊയ്ക്കോളൂ. ആരാവിടെ?
എന്താ കുട്ടികളെ ഗോ ടു യുവർ ക്ലാസ്സസ്. ഞാൻ 3:30-നും 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസ്സസ്. ഗോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എംഡി എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എംഡി കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. എംഡി കെട്ടിപ്പിടിച്ച് ഇതൊരാനയല്ല, അല്ല ഇത് തേങ്ങയല്ല, അല്ല ഇത് ഒലക്കയുമല്ല. അല്ല